ഹലോ വെൽക്കം. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയം. നടൻ മോഹൻലാൽ പ്രതികരിക്കുകയും പൃഥ്വിരാജ് അടക്കം പ്രതികരിക്കുകയും ആ സിനിമയുടെ നിർമ്മാതാക്കളെല്ലാം ആലോചിച്ച് ഒരു റീ എഡിറ്റിംഗ് കൊണ്ടുവന്ന ഒരു സാഹചര്യത്തിലാണ്, അതിൻ്റെ പുതിയ വേർഷൻ തിയേറ്ററുകളിൽ വന്നൊരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലും സിനിമ എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായമാണ് അല്ലേ? നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കേരളത്തിനും നമ്മുടെ ഇന്ത്യക്കും ഒരു വികസിത ഭാരതത്തിനും നവകേരളത്തിനും എല്ലാം പിന്തുണ നൽകേണ്ട ഒരു വ്യവസായമാണ് സിനിമാ വ്യവസായം എന്ന് പറയുന്നത്. ആ സിനിമാ വ്യവസായത്തെ ഏതെങ്കിലും നമ്മുടെ വ്യക്തികളുടെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെയോ കാഴ്ചപ്പാടിൽ നമ്മൾ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു സമരമോ അതിനെ എന്താ പറയുക അവഹേളിക്കുന്ന തരത്തിലേക്ക് നമ്മൾ നീങ്ങാൻ ഒരിക്കലും പാടില്ല. അപ്പം എമ്പുരാൻ അതാണ് നേരിട്ടത്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതായത് വെറും 2 ദിവസം ഓടിയപ്പോൾ തന്നെ 100 കോടിയിലധികം ആളുകളാണ്, 100 കോടി ക്ലബിലാണ് ആ സിനിമ കയറിയിരിക്കുന്നത്. അപ്പം ആ സിനിമയ്ക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ ആ വ്യവസായത്തെ അത് എത്രത്തോളം ബാധിച്ചു എന്ന് നാം ചിന്തിക്കണം. അതായത് ആ എമ്പുരാൻ സിനിമ എത്രത്തോളം ഉയരങ്ങളിൽ എത്തേണ്ടതായിരുന്നു. നമ്മുടെ കേരളത്തിന് തന്നെ, നമ്മുടെ കേരള സിനിമാ ചരിത്രത്തിന് തന്നെ ഒരു ആവേശവും അഭിമാനവുമായി മാറേണ്ട ഒരു സിനിമയായിരുന്നു അത്. എന്നാൽ അതിലെ രംഗങ്ങൾ പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അത് സെൻസറിങ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് കൃത്യമായ നടപടികൾ നിയമാനുസൃതമായി എടുക്കണമായിരുന്നു. അതല്ലാണ്ട് ഒരു നിർമ്മാതാവിൻ്റെ സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ 2 ദിവസം ആ സിനിമ വളരെ ഹിറ്റായിട്ട് ഓടിക്കഴിഞ്ഞ് അതിനൊരു റീ എഡിറ്റിംഗ് ആവശ്യപ്പെടുമ്പോൾ ആ സിനിമാ നിർമ്മാതാക്കളുടെ ആ ചങ്കിലുണ്ടാകുന്ന വിഷമം നാം കേരളീയർ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു അബദ്ധം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാൻ സെൻസർ ബോർഡ് കൃത്യമായ നടപടികളുമായി ഇനി ഓരോ സിനിമയ്ക്കും സെൻസറിങ് ചെയ്യുമ്പോൾ എടുക്കണം. മാത്രമല്ല നമ്മുടെ കേരളീയ സമൂഹം എല്ലാം സ്വീകരിക്കുന്നവരാണ്. എന്ത് സിനിമ, എന്ത് ദൃശ്യാവിഷ്കാരവും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഇനി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ മുൻകൈ എടുക്കണം. അത് സെൻസർ ബോർഡും സർക്കാരുകളും എല്ലാം ഇതിൽ വലിയ പങ്ക് വഹിക്കണം. മാത്രമല്ല ഒരു സിനിമയും ഒരു സിനിമാ നിർമ്മാതാവിൻ്റെയും കണ്ണീര് നമ്മുടെ സംസ്ഥാനത്തോ നമ്മുടെ സിനിമാ വ്യവസായത്തിനോ ഭൂഷണമല്ല എന്ന് മാത്രം പറയട്ടെ. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അതിൻ്റെ എല്ലാ ഉയരങ്ങളിലും എത്തട്ടെ, അത് ചരിത്രത്തിൽ ഇടം നേടട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതിനെതിരെ പ്രതികരിക്കുന്ന പല ലക്ഷ്യങ്ങളുണ്ടാവാം. ആ ലക്ഷ്യങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് ആ സിനിമ, അതിൻ്റെ നിർമ്മാതാക്കളും അതുപോലെ തന്നെ അതിൻ്റെ നടന്മാർക്കും അതിൻ്റെ ഹോൾ ടീമിനും നല്ല രീതിയിൽ നല്ലൊരു ലാഭമുണ്ടാക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും, നമ്മളെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ നല്ലൊരു കാഴ്ചയ്ക്ക് ഒരു ആസ്വാദനം തരുന്ന ഒരു സിനിമയായിട്ട് തന്നെ അത് നിലനിൽക്കട്ടെ. അതിൻ്റെ റീ എഡിറ്റഡ് വേർഷനാണെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ ദുഃഖകരമാണ്. ഒരു 2 ദിവസം ഇറങ്ങിയ ഒരു സിനിമ, വളരെ വമ്പിച്ച ഹിറ്റായിട്ട് പോകുന്ന ഒരു സിനിമ, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ റീ എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ്. ഇനിയെങ്കിലും അതിനെക്കുറിച്ചുള്ള വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാകണം. നമ്മുടെ മാധ്യമങ്ങളും അതിനായി മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അടുത്തൊരു വീഡിയോയുമായി നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരേക്കും ഗുഡ് ബൈ, നമസ്കാരം.